റൗണ്ട് പിന്നിടുമ്പോഴാണ് ധർമ്മടത്ത് 647 വോട്ടിന് പിണറായി വിജയൻ പിന്നിൽ പോകുന്നത്. തോൽവിക്ക് സമാനമാണ്. ഒരുപക്ഷെ അവസാന റൗണ്ട് എണ്ണുമ്പോൾ പിണറായി വിജയൻ അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകാം മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച്. പക്ഷേ ഈ 6 റൗണ്ടുകളിൽ ഏതാണ്ട് 4 റൗണ്ട് പിന്നിൽ നിൽക്കുന്നു എന്നത് തോൽവിക്ക്. പക്ഷേ രേണുക എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6ാമത്തെ റൗണ്ടാണ് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. 7ാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയൻ തീർച്ചയായും മുന്നിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതാണ് ആ മണ്ഡലത്തിന്റെ ഒരു സവിശേഷത. വോട്ടെണ്ണലിന്റെ ക്രമം നോക്കുമ്പോൾ ആദ്യത്തെ 6 മണ്ഡലങ്ങളിൽ പക്ഷേ അബ്ദുൾ റഷീദിന് അത്രയും മുന്നേറ്റം നടത്താൻ സാധിച്ചു. ലീഡ് തിരിച്ചു പിടിച്ചേക്കാം. അതാണ് സൂചിപ്പിച്ചത്. ഇത് എന്തായാലും തോൽവിക്ക് സമാനമാണ്. 4 റൗണ്ട് പിണറായി വിജയൻ ക്യാപ്റ്റൻ പിന്നിൽ പോകുന്നു എന്നത്. ഒരു ഘട്ടത്തിലെങ്കിലും പിണറായി വിജയൻ പിന്നിൽ പോയെങ്കിൽ അത് തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഈ ഘട്ടത്തിൽ CPM-ന്റെ കോട്ടകളിൽ ഒന്നടങ്കം അവർ പിന്നിലാണ് എന്നതാണ്. ധർമ്മടത്ത് അവർ പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. തളിപ്പറമ്പിൽ അവർ പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. മട്ടന്നൂരിൽ CPIM പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. ഇത്തരത്തിൽ എല്ലാ ഇടങ്ങളിലും അതായത് CPM-ന്റെ കോട്ടകളായി ഒരുപക്ഷെ വരും മണിക്കൂറുകൾ എല്ലാം CPIM തിരിച്ചു വന്നേക്കാം. അന്തിമ ഫലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സൂചിപ്പിക്കുന്ന ധർമ്മടത്ത് പിണറായി വിജയൻ മുന്നിലേക്ക് വരാം, മട്ടന്നൂർ മുന്നിലേക്ക് വരാം. ഇതാ വീണ്ടും കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ഇതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം. അതായത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പരസ്പരം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായെങ്കിലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറിയതിന്റെ ചരിത്ര വിജയം ആഘോഷിക്കുന്ന നിമിഷമാണ്. മുതിർന്ന നേതാക്കൾ കേക്ക് മുറിച്ചുകൊണ്ട് ആ ആഘോഷം പങ്കുവെക്കുന്നു. അവിടെ നമുക്ക് ഈ വിജയം തീർച്ചയായും ഇത് VD സതീശന് അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ് എന്നതിൽ തർക്കമില്ല. അദ്ദേഹം കാക്കശ്യക്കാരനാണ്. VD സതീശന്റെ പല നിലപാടുകളും തെറ്റാണ്, ഇത് ശരിയല്ല എന്നൊക്കെ പാർട്ടിക്കകത്ത് നിന്ന് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞു 100 സീറ്റ് 100-നടുത്ത് സീറ്റ് വിജയിച്ചിരിക്കും എന്നുള്ളത്. ഒരു പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കണ്ടതാണ് VD സതീശനെ പോലെയുള്ള നേതാവിന്റെ ഇത്രമേൽ കൃത്യമായ ചില നിലപാടുകൾ. പക്ഷെ പാലക്കാട് ആ തെരഞ്ഞെടുപ്പ് തെറ്റായി പോയി എന്നത് രാഹുൽ മാങ്കൂട്ടം വലിയ നാണക്കേട് അവിടെ ഉണ്ടാക്കിയെങ്കിൽ പോലും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴും VD സതീശൻ തന്നെ തീരുമാനങ്ങൾ എടുത്തിരുന്നു. പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം സതീശൻ തന്നെയാണ് എടുത്തിരുന്നത്. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ വിജയം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ അത് 70, 75, 80 താഴെയോ ആയിരുന്നുവെങ്കിൽ പോലും അത് VD സതീശന് അത്രമേൽ വലിയ അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ ഇതാ 100-നടുത്ത് സീറ്റുകളിൽ ഇപ്പോൾ UDF-ന്റെ മേൽക്കായി എല്ലാ തീരുമാനങ്ങളും അനുകൂലമാകുന്നു. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ 876 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു 8 റൗണ്ട് പിന്നിടുമ്പോൾ. തളിപ്പറമ്പിൽ DK ഗോവിന്ദൻ 3 റൗണ്ട് പിന്നിടുമ്പോൾ 805 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. അമ്പലപ്പുഴയിൽ G സുധാകരൻ 3 റൗണ്ട് പിന്നിടുമ്പോൾ 4109 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. എടുത്ത എല്ലാ തീരുമാനങ്ങളും UDF-ന് അനുകൂലമായി വരുന്നു. VD സതീശനെ സംബന്ധിച്ച് ആ തീരുമാനങ്ങൾ എടുത്ത അതിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന നിലയിൽ അതൊക്കെ ആഡഡ് അഡ്വാൻറ്റേജ് ആയി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് കേരള കോൺഗ്രസ് വാണി വിഭാഗത്തിന് കനത്ത തിരിച്ചടിയാണ്, വലിയ തിരിച്ചടി. ഒരു സീറ്റിൽ പോലും നിലവിൽ അവർ ലീഡ് ചെയ്യുകയോ സാധ്യത കൽപ്പിക്കുന്നില്ല. പാലായിൽ പുറകിലാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത പൂഞ്ഞാറിലും UDF വീണ്ടും കേരള കോൺഗ്രസിന്റെ ആത്മഹത്യാപരമായ ഒരു നിലപാട്. കാരണം കേരള കോൺഗ്രസ് എമ്മിന് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ കേരള കോൺഗ്രസിന് തിരിച്ചു വരാമായിരുന്നു, UDF-ന്റെ ഭാഗമാകാമായിരുന്നു. അത്തരം ചില ചർച്ചകൾ വളരെ കൃത്യമായി തന്നെ കേരള കോൺഗ്രസിനകത്ത് നടന്നതാണ്. അവിടെയായിരുന്നു റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രി എടുത്ത തീരുമാനം നിർണായകമായത്. ഒരുപക്ഷെ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി UDF-ന്റെ ഭാഗമായാൽ പാർട്ടി പിളരും എന്ന സാധ്യത മുന്നിൽ കണ്ടു. റോഷി അഗസ്റ്റിൻ പാർട്ടി രൂപീകരിക്കുമെന്ന സാധ്യത മുന്നിൽ കണ്ടു. അങ്ങനെ LDF-നൊപ്പം തുടർന്നു. ഇതാ രേണുക ഇപ്പോഴിതാ ദൃശ്യങ്ങളിൽ വലിയ ആഘോഷം, ലീഗ് ഓഫീസിലടക്കം വലിയ ആഘോഷം. ഇതാ വലിയ പൂമാല ധരിപ്പിക്കുകയാണ് കുഞ്ഞികൃഷ്ണനും G സുധാകരനും മധുസൂദനും. പാർട്ടി വിട്ടവരൊക്കെ വിസ്മയങ്ങളായി. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G സുധാകരനും ജയിച്ചു കയറുകയാണ്. നിയമസഭയിലേക്ക് വീണ്ടും എത്തുന്നു. അതാണ് ഏറ്റവും വലിയ വിസ്മയമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വരുന്നത്. വിസ്മയങ്ങളായി ഇതായി 3 പേർ സംഭവിച്ചേക്കാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ വലിയ പരാജയം സംഭവിക്കുന്നു. മുഴുവൻ സീറ്റിലും തോറ്റ് തുന്നം പാടുകയാണ്. ജോസഫ് ഗ്രൂപ്പിന്റെ തിരിച്ചുവരവ്, മത്സരിച്ച 8 സീറ്റുകളിൽ 7 വിജയിക്കുന്നു. അങ്ങനെ കോട്ട കൊത്തളങ്ങൾ പോലും തകർത്തുകൊണ്ട് ജനം പിണറായി വിജയനോട് ഇതാ
ഇതാ രഞ്ജിത്ത്, സ്ക്രീൻ നിറയുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മുസ്ലിം ലീഗിന്റെ ആഘോഷമാണ്. അവർക്കുമേറെ അഭിമാനിക്കാം. കാരണം ഇത്രയധികം പരാജയം, അതായത് തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏറ്റവും സംശയിക്കപ്പെട്ടത് ലീഗിന്റെ നിലപാട് എന്തായിരിക്കുമെന്നതാണ്. ഒരുപക്ഷെ അവർ മറുകണ്ഠം ചാടുമോ, ഭരണത്തിലില്ലാത്ത ഒരു ലീഗിനെ വിശ്വസിക്കാനാകുമോ എന്നൊക്കെ വിമർശകർ ചോദിച്ചുവെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നു കോൺഗ്രസിനോടൊപ്പം. ഞങ്ങൾ പിണറായി വിജയന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിൽ UDF-നാണ് മേൽക്കൈ. പിണറായി വിജയന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിൽ UDF മുന്നേറുന്നു. യെസ്, അതാണ് രാഷ്ട്രീയ കേരളം ഇത്തവണ ഇടതുപക്ഷത്തോട് പറയുന്നത്, CPM-നോട് പറയുന്നത് എന്നതാണ്. പിണറായി വിജയന്റെ സ്വന്തം പഞ്ചായത്തിൽ പോലും പിണറായിക്ക് തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ. NDA-യുടെ ലീഡ് 4324 കൂടുന്നു. അശ്വിനി ലീഡ് ചെയ്യുകയാണ്. അത് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാസർഗോഡ് മത്സരങ്ങൾ നീണ്ടു പോകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. നേമത്ത് 4324 വോട്ട് ഉയർത്തുന്നു, ലീഡ് ഉയർത്തുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന സാഹചര്യമുണ്ട്. 3 ഇപ്പോൾ ലീഡ് ചെയ്യുന്നു NDA. 1 പാലക്കാടാണ്, ശോഭാ സുരേന്ദ്രനാണ്. അത് ഒരു പക്ഷേ മാറി മറിഞ്ഞിരിക്കാം. ഇടതു കോട്ടകളിലേക്കൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ അത് മാറി മറിയാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ 3 NDA ലീഡ് ചെയ്യുകയാണ്. നേമത്ത്, കാസർഗോഡ്, ഒപ്പം തന്നെ പാലക്കാട്. മട്ടന്നൂരിൽ ലീഡ് തിരികെ പിടിച്ചിട്ടുണ്ട്. ആശ്വാസമാണ്. 587 വോട്ടുകൾക്ക് VK സനോജ് വീണ്ടും മട്ടന്നൂരിൽ എത്തുന്നു എന്നുള്ളത്. പക്ഷേ മട്ടന്നൂർ എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചരിത്രം കുറിച്ച മണ്ഡലമാണ്. അതായത് KK ശൈലജ റെക്കോർഡിട്ട മണ്ഡലമാണ്. അവിടെയാണ് 500 വോട്ടുകൾക്ക് എന്നത്. അതായത് എറണാകുളം ജില്ല തൂത്തുവാരിയിരിക്കുന്നു UDF. എല്ലാ മണ്ഡലങ്ങളിലും UDF-ന് ലീഡ്. അങ്കമാലിയിൽ റോജി M. ജോൺ, പെരുമ്പാവൂരിൽ മനോജ് മുത്തേടൻ, ആലുവയിൽ അൻവർ സാദത്ത്, കളമശ്ശേരിയിൽ VK അബ്ദുൾ ഗഫൂർ, P. രാജീവ് പിന്നിലാണ്. പറവൂരിൽ VD സതീശൻ, എറണാകുളത്ത് TJ വിനോദ്, തൃക്കാക്കരയിൽ ഉമാ തോമസ്, വൈപ്പിനിൽ ടോണി ചമ്മിണി, കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ്, തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയ്, കുന്നത്തുനാട് VP സജീന്ദ്രൻ, പിറവത്ത് അനൂപ് ജേക്കബ്, കോതമംഗലത്ത് ഷിബു, തെക്കുംപുറം മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ. 5 മണ്ഡലങ്ങൾ എന്തായാലും കോതമംഗലത്തെ ഷിബു, തെക്കുംപുറത്തിന്റെയും കളമശ്ശേരിയിലെയും UDF-ന്റെ പ്രകടനം തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ്. അവിടെ രാജീവിന് തോൽവി മടക്കേണ്ടി വരുമോ എന്നതാണ്. പക്ഷേ വലിയ അപ്രമാദിത്വം രാഷ്ട്രീയ എതിരാളികൾക്കില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മാറി പറയാം. പക്ഷേ എറണാകുളം, അതോടൊപ്പം തന്നെ മലപ്പുറം പോലെയുള്ള ജില്ലകൾ UDF ഏതാണ്ട് തൂത്തുവാരുന്നു എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. വയനാട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ അപ്രമാദിത്വത്തിലേക്ക് തന്നെ പോകുന്നു എന്നതാണ്. തെക്കൻ കേരളത്തിലാണ് ചെറിയ പ്രതീക്ഷയെങ്കിലും ഈ ഘട്ടത്തിൽ CPM-ന് ഇടതുപക്ഷത്തിന് പുലർത്താൻ സാധിക്കുന്നത്. മന്ത്രിമാരിൽ ഭൂരിഭാഗവും ഇപ്പോഴും പിന്നിട്ട് തന്നെ നിൽക്കുകയാണ്. അവിടെ രാജനെ പോലെയുള്ള മന്ത്രിമാർ മാത്രമാണ് ചെറിയ പ്രതീക്ഷ നൽകുന്നത്. ഏതാനും വോട്ടുകൾക്കെങ്കിലും KN ബാലഗോപാൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ അവസാന ലാപ്പിലേക്ക് വോട്ടെണ്ണൽ എത്തുമ്പോഴാണ് അവിടെ PV അൻവറിന് അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കുമോ എന്നത് അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ ഇപ്പോഴും നിരവധി എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഇതുവരെയുള്ള ഫലം വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു കയറിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുന്നു. LDF വിജയിച്ച മണ്ഡലങ്ങളിൽ പലതിലും UDF-ന് അപ്പർ ഹാൻഡ് ഉണ്ട്. എന്നാൽ ഇടതുമുന്നണി മുന്നിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം നേരിയ മാർജിനിൽ ആണ് ഇടതുമുന്നണി മുന്നിട്ട് നിൽക്കുന്നത് എന്നതാണ് ഈ ഫലം അവസാനം വരെ നമുക്ക് കാത്തിരിക്കേണ്ടതായി വരുന്നത്. കേരളം ഇത്തവണ വലത്തേക്ക് ചിന്തിച്ചിരിക്കുന്നു. വളരെ കൃത്യമായ നിശബ്ദ തരംഗം കേരളത്തിലുണ്ടായിരുന്നു. അത് പിണറായി വിരുദ്ധ തരംഗമായിരുന്നു, ഭരണവിരുദ്ധ തരംഗമായിരുന്നു എന്ന് ഈ വോട്ടെടുപ്പ് ഫലം കൃത്യമായി സൂചനകൾ നൽകുന്നുണ്ട്. അപ്പോഴും 3 അക്കം കടക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ഈ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ എൽദോ കോൺഗ്രസിന് മാത്രം ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ പറ്റുന്ന തരത്തിലേക്ക് ഭൂരിപക്ഷം എത്തുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഫല സൂചനകൾ കോൺഗ്രസിനും കോൺഗ്രസിനോടൊപ്പം നിന്നവർക്കും ഒരുപോലെ നേട്ടമുണ്ടാകുന്നു. നേരത്തെ എൽദോ സൂചിപ്പിച്ചു കഴിഞ്ഞു കേരള കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്ന്. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇപ്പോഴിതാ മികച്ച പ്രകടനം ആണ് കാഴ്ചവെക്കുന്നത്. മുസ്ലിം ലീഗ് മണ്ഡലങ്ങളിൽ ഏതാണ്ട് എല്ലായിടത്തും തന്നെ വിജയക്കൊടി പാറിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ UDF ഒറ്റക്കെട്ടായി ഇത് ടീം UDF എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആ തരത്തിലുള്ള വിജയമാണ് ഇപ്പോൾ UDF കൈവരിക്കുകയും ചെയ്തിട്ടുള്ളത്. മൈക്ക് പ്രതികരണത്തിനായി തേടുന്നുണ്ട്. നേതാക്കൾക്ക് മുന്നിലേക്ക് ഒരു പക്ഷേ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ NDA-യുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ ഗ്ലാമർ താരങ്ങളെ ഉൾക്കൊള്ളിക്കാനുള്ള
ഒരു നീക്കമുണ്ടായിരുന്നു. ആ തീരുമാനത്തിൽ എത്രത്തോളം ഉണ്ടായി എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അഞ്ജലി തൃപ്പൂണിത്തുറയിൽ 14,000 അടുക്കുന്നു. നമ്മൾ കരുതിയിരുന്നത് പോലെ ഒരു മത്സരം BJP കാഴ്ചവെക്കുകയാണെങ്കിൽ അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? അല്ല, തൃശ്ശൂര് ഞാൻ സ്ഥാനാർത്ഥിയായി ഇപ്പൊ തന്നെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ ജനത തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ വിജയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജനതയോട് പ്രത്യേകം നന്ദി പറയുന്നു. കൂടുതൽ ലഭിച്ച ലീഡ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ ലഭിച്ച ലീഡ് എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. തൃശ്ശൂരിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. ഇത് മാത്രമേ സൂചിപ്പിക്കൂ. എല്ലാ നേതാക്കന്മാരോടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജനതയോട് നന്ദിയുണ്ട്. ഇതിലൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇലക്ഷനിലെ കിറ്റ് കൊടുത്ത്, സാരി കൊടുത്ത്, മദ്യം കൊടുത്ത്, ഗൂഗിൾ പേ ചെയ്ത് പണം കൊടുത്ത്, പണത്തിന്റെ സ്വാധീനത്തില് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായവരെ വോട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. ജനവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ, ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ വോട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. അതിനുള്ള സുത്തം മറുപടിയാണ്. ഗുരുവായൂരിൽ UDF തിരിച്ചു വരുന്നു. രഞ്ജിത്ത്, രേണുക ഈ സൂചിപ്പിച്ചത് ഇപ്പോൾ തൃശ്ശൂരിലെ ഒരു തിരിച്ചുവരവാണ്. അതായത് എൽദോ നേരത്തെ പറഞ്ഞു വെച്ചത്, അതായത് NDA ഇത്തവണ ഗ്ലാമർ താരങ്ങളെ മത്സരരംഗത്തിറക്കി. ഇതാ ഈ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ തവണ ഏതാനും വോട്ടുകൾക്കായിരുന്നു പരാജയപ്പെട്ടിരുന്നത് എങ്കിൽ അവിടെ ഇതാ തിരിച്ചു പിടിക്കുകയാണ് കോൺഗ്രസ്. ഇനി ഇതാ എൽദോ പറഞ്ഞത് പൂർത്തീകരിക്കാം. പ്രത്യേകിച്ച് നിരവധി സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അഞ്ജലി വലിയ പ്രതീക്ഷയിൽ സംസാരം ഉണ്ടായതാണ്. പക്ഷേ തൃപ്പൂണിത്തുറ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ നഗരസഭ ഇപ്പോൾ BJPയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെയാണ് BJP അഞ്ജലിയെ മത്സരിപ്പിക്കുമ്പോൾ അവിടെ മികച്ച ഒരു വിജയം ഉണ്ടാകുമെന്ന്. എന്താണ് അവസ്ഥ? അടുത്തത് അഖിൽ മാരാർ. അല്ല, തൃപ്പൂണിത്തുറയിൽ അഞ്ജലിക്ക് എന്തെങ്കിലും നേടാൻ സാധിച്ചോ? 4,000 ശേഷം വോട്ടുകളാണ് നിലവിൽ പരാജയം. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന്റെ വീട് 3,800. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് 1,800 ലീഡ്. നേതാക്കൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ലീഗ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. 50-50 ആയിരുന്നു അവരുടെ ചാൻസ്. അവിടെ CH റഷീദ് ലീഡ് ചെയ്യുന്നു എന്നതാണ് ഗുരുവായൂരിൽ നിന്ന് വന്ന ഏറ്റവും പുതിയ വാർത്ത. വലിയ രീതിയിലുള്ള കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.